കേരളം ചുട്ടുപൊള്ളുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചൂട് ഉയരും. കോഴിക്കോട് 39 ഡിഗ്രി സെൽഷ്യസ്, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന ചൂടിനുള്ള യെല്ലോ അലേർട്ട് നൽകി. കൂടാതെ കേരള തീരത്ത് കടലേറ്റത്തിനും സാധ്യത. രാത്രി 11:30 വരെ 1.4 മീറ്റർ ഉയരത്തിൽ തിരമാല ഉയരാം. ടിൻഡു ദാസ് ആയിരുന്നു. ടിൻഡു, ചൂട് ഒരു ഭാഗത്ത്, കനത്ത ചൂട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കടലേറ്റം. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയ്ക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആലപ്പുഴ, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകൾക്കാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. തുടർന്ന് തൃശ്ശൂർ ജില്ലയിലും കൊല്ലത്തും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഉഷ്ണതരംഗ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 40 ഡിഗ്രിക്ക് അടുത്ത് അല്ലെങ്കിൽ 41 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോട് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകൾക്ക് ചൂടുമായി ബന്ധപ്പെട്ട യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കടലാക്രമണ ഭീഷണി. കേരളത്തിലെ 9 ജില്ലകളിലെ തീരദേശ മേഖലയിൽ രാത്രി 11:30 വരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. വേലിയേറ്റം കൂടുതലാണ്. 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ പതിക്കാമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഈ ബീച്ചിലേക്ക് ഇറങ്ങുന്നവരും തീരത്ത് നിന്ന് ചൂണ്ടയിടാൻ ശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള കടലുമായി പരിചയമില്ലാത്ത ആളുകൾ ഈ അവസരങ്ങളിൽ കടലിലേക്ക് ഇറങ്ങരുത് എന്നൊരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങൾക്കാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കി, വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയും ലഭിക്കാമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാലക്കാട്, തൃശ്ശൂർ ജില്ലകൾ സമാനമായി തന്നെ ചൂട് തുടരുകയാണ്. പാലക്കാട് ചുരവും കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരവും കേരളത്തിന്റെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. ഈ രണ്ട് ചുരങ്ങൾ വഴി വരുന്ന വരണ്ട കാറ്റും അതോടൊപ്പം തന്നെ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസവും ചൂടുമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചൂട് വർദ്ധിക്കാനുള്ള കാരണമായി കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, ഈ 3 ജില്ല, ആലപ്പുഴ ഒഴികെയുള്ള 3 ജില്ലകളും ഏതാണ്ട് സമതലത്തിൽ വരികയാണ്. അതിന് സമീപമായിട്ടാണ് ആലപ്പുഴ ജില്ലയും വരുന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ ചൂട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. അനിൽ നമ്പ്യാർ. നന്ദി ടിൻഡു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് ഉയരും. കോഴിക്കോട് 39 ഡിഗ്രി സെൽഷ്യസ്, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന ചൂടിനുള്ള യെല്ലോ അലേർട്ട് നൽകി. കൂടാതെ കേരള തീരത്ത് കടലേറ്റത്തിനും സാധ്യത എന്ന റിപ്പോർട്ടാണ് ടിൻഡു പങ്കുവച്ചത്.